അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം സെറമോള് UK അയച്ച ക്രിസ്മസ് കാർഡ് എത്തി. ഇതിൻ്റെ പേരിൽ ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഞാൻ പോലും മമ്മിക്ക് ആക്ച്വലി കണ്ണിന് വയ്യാതിരിക്കുക. എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ജോലിക്കാരോടൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. എൻ്റെ കൊച്ച് UK എൻ്റെ കൊച്ചുമോളൊരു ക്രിസ്മസ് കാർഡ് അയച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയില്ല, അതിനെപ്പറ്റി വല്ല വിവരമുണ്ടോ എന്നൊക്കെ പോയി പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരോട് ചോദിച്ചത് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെ പോസ്റ്റ് മാൻ നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നു. മമ്മിക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഞങ്ങളുടെ സേറമോള് തന്നെ എഴുതി ക്രിസ്മസ് വിഷസൊക്കെ എഴുതി അയച്ച കാർഡാണ് കേട്ടോ. ഈ കാലത്ത് ഈ കാർഡൊക്കെ ഒരു പ്രത്യേക ഫീലിങ്സ് ആണല്ലോ. അപ്പം ഞാനത് കയ്യോട് മമ്മിയുടെ കൊടുത്തു. ഹാപ്പി ക്രിസ്മസ് മോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി ഒരു കാർഡായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷം. ഇത് കിട്ടിയില്ലെന്നും പറഞ്ഞ് എന്നും എന്നോട് വഴക്കായിരുന്നു. നീ പോയി അന്വേഷിക്കുന്നില്ല, എടുക്കുന്നില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. മമ്മി അത് വന്നാൽ നമ്മളെ വിളിക്കും. പിന്നെ മമ്മി തന്നെ ഞാൻ പോലും അറിഞ്ഞില്ല. ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോസ്റ്റ് ഓഫീസിൽ പോയി. അവർക്കും സങ്കടമായെന്ന് പറയുന്നത് കേട്ട്. എനിവേ അത് ഇന്ന് എത്തി. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് വിത്ത് ലോട്ട്സ് ഓഫ് ലവ് സേറ ആൻഡ് ടെസ. ഹാപ്പി ക്രിസ്മസ് അമ്മച്ചി, ചിന്നമ്മ, ഇസാഖ്, തൊമ്മി, ലവ് യു, ചക്കര ഉമ്മ. പിന്നെ നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക. എന്ത് പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാലും ദൈവത്തിൻ്റെ അടുത്താണ് കൊണ്ട് വെക്കാറ്. അങ്ങനെ അത് അവിടെ കൊണ്ട് വെച്ചു. എനിവേ മമ്മിയുടെ ആ ഒരു വിഷമം തീർന്നു കിട്ടി. ഞാൻ വിചാരിച്ചു ഇത് മിസ്സായി പോയെന്ന്. എന്തായാലും ഇത് കിട്ടിയതിന് ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. കാര്യം ചെറിയൊരു കാര്യമാണെങ്കിലും അത് ഭയങ്കര വിഷമമായിരുന്നു മമ്മിക്ക്. എനിവേ ഇന്നാൾ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത് കണ്ണൊക്കെ വയ്യാതെയും കൂടെയൊക്കെ ഇരിക്കുമായിരുന്നു. എനിവേ ഇന്ന് അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. താങ്ക് യു സേറമ്മ, ലവ് യു സോ മച്ച്.